എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. മുമുക്ഷുത്വം എന്താണ് എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. അഹങ്കാരം മുതൽ ദേഹം വരെയുള്ള അജ്ഞാനകൽപ്പിതങ്ങളായ ബന്ധങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള ഇച്ഛയാണ് മുമുക്ഷുത അല്ലെങ്കിൽ മുമുക്ഷുത്വം. സംസാര ബന്ധങ്ങളിൽ നിന്നും മോചനം നേടുക, അതിനുള്ള ഇച്ഛ, ആഗ്രഹമാണ്. ഇതാണ് പറഞ്ഞത്. ഇനി പറയുന്നു, മന്ദമധ്യമരൂപാപി വൈരാഗ്യേണ ശമാദിന പ്രസാദേന ഗുരോസേയം പ്രവൃദ്ധാ സൂയതേ ഫലം. മോക്ഷേച്ഛ മന്ദമോ മധ്യമരൂപമോ ആണെങ്കിൽ തന്നെയും വൈരാഗ്യം കൊണ്ടും ശമാദികൾ കൊണ്ടും ഗുരുകൃപ കൊണ്ടും അത് തീവ്രമായാൽ ഫലപ്രദമാകും. ഇവിടെ പറയുന്നു മന്ദം, മധ്യമം, പ്രവൃദ്ധം. ഈ മോക്ഷേച്ഛ, മോക്ഷത്തിനുള്ള ആഗ്രഹം 3 തരത്തിലാണ്. ഒന്ന് മന്ദം, ഒന്ന് മധ്യമം, ഒന്ന് പ്രവൃദ്ധം. എന്താ ഈ മന്ദം എന്ന് പറഞ്ഞാൽ? ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ, അതാണ് മന്ദം എന്ന് പറയുന്നത്. പിന്നെ സംസാരത്തിലെ ദോഷങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നില്ല ചുറ്റുവട്ടത്ത് നോക്കുന്ന സമയത്ത് ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതൊക്കെ കണ്ട് 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 സർവകർമ്മങ്ങളും സന്യസിച്ച് എനിക്കതൊന്നും വേണ്ട ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്ന് കരുതി സന്യസിച്ച് ആത്മവിചാരത്തിനായി സമീപിക്കുമ്പോൾ, ഗുരുവിനെ സമീപിക്കുമ്പോൾ അത് മധ്യമ മോക്ഷേച്ഛയായി. അപ്പോൾ ഈ മധ്യമ മോക്ഷേച്ഛ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സംഭവിക്കുക. നമ്മുടെ കൂട്ടുകാരുടെ ആയിരിക്കാം, അയൽവക്കക്കാരുടെ ആയിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ മൊത്തം നമ്മൾ കണ്ടുവരുന്ന ചില ദോഷങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പ്രണയവും ആത്മഹത്യയും. ഈ പ്രണയം എന്ന് പറയുന്ന സമയത്ത് കണ്ടു, ആ കാണുന്ന സമയത്ത് ഏതെങ്കിലും ചില ചേഷ്ടകളായിരിക്കും മനസ്സിനെ ആകർഷിക്കുക. അപ്പോൾ അത് വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം തോന്നുന്നു. അങ്ങനെ കണ്ട് 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 തൻ്റെ അവസ്ഥയൊന്നും അപ്പം ചിന്തിക്കില്ല. പിന്നെ സംസാരിക്കുന്നു, പിന്നെ അത് പ്രണയത്തിലായി പോകുന്നു. പിന്നെയാണ് പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുക. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ജാതിപരമായിട്ടൊക്കെ വളരെ വ്യത്യസ്തമാണ്. ബഹളങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ടെൻഷൻ അനുഭവിക്കേണ്ട അവസ്ഥ വരും. എന്നാൽ ഇത് സ്വയം ഉണ്ടാക്കുന്നതല്ലേ? സ്വയം ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തിനു വേണ്ടി? പ്രജാതന്തും മാം അവൽസേൽസി, സന്തതി പരമ്പരയെ മുറിക്കാതിരിക്കൂ. ഇതാണ് തൈത്തിരിയോപനിഷത്ത് നമുക്ക് തരുന്ന ഉപദേശം. അങ്ങനെയാണെങ്കിൽ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാമല്ലോ. എന്നിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ മതി. ഇഷ്ടപ്പെടാതെ വരെ ആരെങ്കിലും നിർബന്ധത്തിനൊന്നും കല്യാണം കഴിക്കണ്ട. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് സാവധാനം അന്വേഷിച്ച് നല്ല കുട്ടികളെ കണ്ടിട്ട്, മനസ്സിന് ഇഷ്ടപ്പെട്ട കുട്ടികളെ കണ്ട് കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിന് നിൽക്കാതെ കണ്ട് പെട്ടെന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്തോ എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ കണ്ടുമുട്ടുകയും ചിന്തിക്കാതെ കണ്ട് അടുക്കുകയും പിന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയും കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക. എന്നാലോ അപ്പോഴാവും പിന്നെ പ്രശ്നം ഉണ്ടാകുക. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ, വിവാഹത്തിന് മുമ്പ് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭാവമല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പണ്ടേ ഒരു ചോദ്യമുണ്ട്, വിവാഹവും സംവാദവും ഒരേ നിലയിലുള്ളവർ മാത്രമേ പറ്റൂ, അതേ ശോഭിക്കൂ. ഒരേ നിലയിൽ സംവാദവും വിവാഹവും. ഒരാളായിട്ട് സംവദിക്കുകയാണെങ്കിലും ഒരാൾ ഭയങ്കര അറിവുള്ള ഒരാൾക്ക് ഒന്നുമില്ലെങ്കിൽ അത് സംവാദം വെറുതെ പ്രശ്നമാണ്. 2 കൂട്ടരും തുല്യ അറിവുള്ള ആൾക്കാരായിരിക്കണം. അപ്പോഴാണ് സംവാദത്തിനൊരു രസമുള്ളൂ.
അതേപോലെ തന്നെയാണ് വിവാഹം. രണ്ടുപേരും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും തുല്യമായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് ഗുണമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രണയത്തിൽ ഇതൊന്നും നോക്കില്ല, ആ ആകർഷണതയിൽ എല്ലാം മുഴുകും. അപ്പം ഇങ്ങനെ ഓരോന്ന് കണ്ട് നമുക്ക് ഈ കാണുന്ന വ്യക്തിക്ക് ഒരു മടുപ്പ് തോന്നുന്നു. എന്നതിന് ശേഷം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം ഒഴിവാക്കുന്നു. എന്നതിന് ശേഷം ഗുരുവിനെ സമീപിക്കുമ്പോൾ അത് മധ്യമ മോക്ഷേച്ഛയായി. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, വിവാഹം ഒഴിവാക്കിയിട്ട് വേണോ? അതല്ല, ഞാൻ പറഞ്ഞ പ്രണയത്തിൻ്റെ കാര്യമാണ്. വിവാഹം കഴിച്ചിട്ടാണ് ശരിക്കും പ്രണയം വേണ്ടത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ ധർമ്മം കഴിഞ്ഞാൽ, പുത്രന്മാരുണ്ടായാൽ അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി അവർക്ക് അവരുടേതായ വഴിയിലേക്ക് വിട്ടു കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ബാധ്യത തീർന്നതിന് ശേഷം പിന്നെ മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രയത്നം. അത് ആദ്യം ശാസ്ത്രങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നതിന് മന്ദം എന്നും, പിന്നെ ജീവിതത്തിലെ ചുറ്റുപാടുകൾ അനുഭവത്തിലൂടെ വിരക്തി വന്ന് എല്ലാം ഒഴിവാക്കി ഗുരുവിനെ സമീപിക്കുന്ന സമയത്ത് അത് മധ്യമമായി. പിന്നെ തീവ്രമായിട്ടുള്ള വൈരാഗ്യം, തീവ്രമായ വിഷയവൈരാഗ്യം, അതേമാതിരി മനഃശാന്തി ഉണ്ടാവുകയും ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുകയും ചെയ്യുമ്പോൾ ആ സാധകൻ നിത്യസുഖസ്വരൂപമായ മോക്ഷമല്ലാതെ മറ്റൊന്നും കാക്ഷിക്കുകയില്ല. അങ്ങനത്തെ അവസ്ഥയ്ക്കാണ് പ്രവൃദ്ധം എന്ന് പറയുന്നത്. ബാക്കി അടുത്ത ഭാഗത്ത്. നന്ദി, നമസ്കാരം.